വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല, ആരോടുമില്ല. ഇനിയിപ്പോൾ ദിലീപൻ ശിക്ഷിച്ച് 10 കൊല്ലം 20 കൊല്ലം അയാളെ അവിടെ ഇട്ട് അയാൾ കൊല്ലണം എന്നൊന്നും നമുക്കില്ല. അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2017 നടി ആക്രമിച്ച കേസില് ജഡ്ജ്മെന്റ് വിധി വന്നതിന് ശേഷം ആ കേസ് ഇപ്പൊ വേറൊരു തലത്തോട്ട് പോവുകയാണ്. ഇപ്പം മീഡിയക്കാരെന്താണെങ്കിലും അവരൊരു കുറ്റവാളിയെ കാട്ടി നിർത്തിയിട്ടുണ്ട്. അതായത് ദിലീപാണ് കുറ്റവാളി എന്ന് അവർ ആദ്യം തൊട്ട് തന്നെ മെനഞ്ഞെടുത്ത ഒരു കഥയാണ്. 8 വർഷത്തോളം അവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച മെനയാണ്. അപ്പൊ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഈ മീഡിയാസ് ഒരിക്കൽ പോലും ആ ജഡ്ജ്മെന്റ് നേരെ ചൊവ്വ പ്രഷറിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇച്ചിരി മനസാക്ഷിക്കുത്തുള്ളവര് എന്താണെങ്കിലും മീഡിയാസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിലുള്ള ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. അപ്പൊ അദ്ദേഹം കുറച്ച് നാളായിട്ട് ഈ ജഡ്ജ്മെന്റിനകത്ത് എന്താണ് നടക്കുന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളും ഈ ജഡ്ജ്മെന്റ് നമ്മുടെ കൈവശമുണ്ട്. അപ്പൊ നമ്മളും ഇതെല്ലാം വായിച്ചിട്ട് നമ്മളും ആൾക്കാരിലോട്ട് ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ അത് കേൾക്കാൻ മനസ്സിലാക്കുക. കാരണം ഞാൻ വീണ്ടും പറഞ്ഞു, മീഡിയാസിനെ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം മീഡിയാസിന് TRP റേറ്റ് കൂട്ടിയാൽ മതി. അവർക്ക് ദിലീപ് മതി പ്രതിയായിട്ട്, ദിലീപ് എന്നും വാഴ്ത്തപ്പെട്ടവനായിട്ട് ദിലീപ് മാത്രം മതി. കുറ്റവാളി ഒരേ കുറ്റവാളി നമുക്ക് ദിലീപ്, കാരണം TRP കൂടുതലാണ്. അപ്പൊ ഇത് മറ്റൊരു പ്രതി ആരാണ്, ദിലീപ് അല്ലെങ്കിൽ വേറെ ആരെന്നൊന്നും കണ്ടുപിടിക്കാൻ മീഡിയക്കാര് മെനക്കെടുത്തില്ല. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് TRP മുഖ്യം ബിഗില എന്ന് പറഞ്ഞാൽ അവർ നടക്കുന്നത്. അപ്പം നമുക്ക് ജഡ്ജ്മെന്റ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ദിലീപ് പൂർണ്ണമായും നിരപരാധിയാണ്. ഈ ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിലും പോലീസുകാർ കൊണ്ടുകൊടുത്ത തെളിവൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കെട്ടിച്ചമച്ച കഥകളാണ്, മൊത്തം ഫാബ്രിക്കേഷൻ ആണ്. നമ്മൾ ഈ പിള്ളേര് അച്ഛനും അമ്മയും കളിക്കത്തില്ലേ, അതുപോലെ ഈ കഞ്ഞിയും കറിയും കളിക്കുന്ന അത്രയും ലാഭത്തോടെയാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പല തവണയും കോടതി പോലീസിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പോലീസ് തല താഴ്ത്തി നിൽക്കുകയാണ്. ഇത്രയും അപമാനത്തോടെ നിൽക്കുന്ന ബൗജു പൗലോസ് നമുക്ക് ഈ ജഡ്ജ്മെന്റ് ഉടനീളം തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ബൗജു പൗലോസ് എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത്, ആർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ബൗജു പൗലോസ് എന്ന് പറഞ്ഞ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടെ എക്സ്പോസ് ആവുകയാണ്. ഈ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കണം. നിങ്ങൾ വായിച്ചു നോക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ഇതിനകത്ത് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം ബാലചന്ദ്രകുമാർ കുറ്റക്കാരനാണ്, അയാളും ഇതുപോലെ തന്നെ പോലീസിന്റെ കൂടെ നിന്ന് ഈ കേസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്താണെന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കത് മനസ്സിലാകുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ എന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാലചന്ദ്രകുമാർ കൊടുത്ത മൊഴികള്, കാര്യങ്ങള്, വോയിസ് റെക്കോർഡ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കും തോന്നിയ സംശയങ്ങളാണ്, എന്താണ് ഈ വീഡിയോസ് സ്പ്ലിറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇയാൾ നിരത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അയാൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഒരുപാട് ന്യൂസ് മിനിറ്റ്സ് എന്ന് പറഞ്ഞ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ടർ ചാനലുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അയാൾ ഇനി ബൈറ്റ്സ് കൊടുക്കാൻ ചാനലില്ല. എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് ബൈറ്റ്സ് തരാം എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെയോ ഇയാൾ ഇങ്ങനെ കൊടുക്കുകയായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ ബാലചന്ദ്രകുമാർ പറഞ്ഞത്, അപ്പൊ അതെങ്ങനെയാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞ തെളിവുകൾ, അതായിരുന്നു ഏറ്റവും വലിയ തെളിവുകൾ. അപ്പൊ നമുക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു ഈ കേസിൽ, എന്തുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ അത്രയും വലിയ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടും, അതായത് വിഷ്വൽസും നേരിട്ടുള്ള ഇതെല്ലാം കൊടുത്തിട്ടും ആ ഒരു തെളിവ് എന്തുകൊണ്ടാണ് കോടതി പരിഗണിക്കാതിരുന്നത് എന്നൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ കേസിൽ എന്താണ്, ഈ ബാലചന്ദ്രകുമാർ കേസിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ പരിപൂർണ്ണമായിട്ട് കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് അവസാനിക്കുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ശ്രീജിത്ത് പണിക്കറുടെ ചാനലിൽ പോയി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ കാണാൻ പറ്റും. കാരണം സമയപരിമിതി കൊണ്ടാണ് നമ്മൾ ഇത് ചെറുതാക്കുന്നത്. അപ്പൊ ബാലചന്ദ്രകുമാറിന് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഇദ്ദേഹം 2016 ഡിസംബർ 25-ന് ദിലീപിന്റെ ഗൃഹപ്രവേശം ഉണ്ടായിരുന്നു. ഗൃഹപ്രവേശത്തിന് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം അന്ന് ദിലീപിനെ ഒറ്റയ്ക്ക് കിട്ടുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഡിസംബർ 26-നാണ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനും കൂടെ 26-നാണ് പോയത്. ആ ചടങ്ങിൽ അന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുത്തില്ലായിട്ട് പിറ്റേ ദിവസമാണ് പോയത്. ആ പോയ സമയത്ത് അവിടെ പൾസർ സുനിയെ കണ്ടിരുന്നു എന്ന ഒരു വാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ എങ്ങനെയാണ് കോടതി പൊളിച്ചടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് 2016 ഡിസംബർ 25-ന് ദിലീപിന്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രവേശനം നടന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ദിലീപിന്റെ വീടിന്റെ പണി പൂർത്തീകരിച്ചിരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതല്ല, നമ്മൾ ചിലപ്പോൾ പാലുകാച്ചൊക്കെ ചിലപ്പം അടുത്ത ബന്ധുക്കളെയൊക്കെ വിളിച്ച് നേരത്തെ നടത്തും. പക്ഷെ അന്ന് അങ്ങനെ ഒരു ചടങ്ങോ അടുത്ത ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അത് വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്താണ് വിളിക്കാത്തതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിക്കും പറഞ്ഞത്, ആരെ വിളിക്കണ്ട എന്നത് ആ വീട്ടുകാരനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ ഉള്ളൂ ബാലിഷ്യമായ മറുപടിയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല എന്നാണ് മനസ്സിലായിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് അന്ന് അവരുടെ വീട്ടിൽ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ദിലീപ് പറഞ്ഞു, ബാലു നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി. അപ്പൊ അനൂപിനോട്, അതായത് ദിലീപിന്റെ അനിയച്ചാര് അനൂപിനോട് പറഞ്ഞു, അനൂപ് നിങ്ങൾ എറണാകുളത്ത് അവിടെ പോയി നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്താണ് പറയുന്നത്, ബാലചന്ദ്രകുമാർ അവിടെ വെച്ച് പൾസർ സുനിയെ കാണും. പൾസർ സുനിയുടെ തോളിൽ കൂടെ കൈയിട്ടുകൊണ്ട് വരുന്ന ദിലീപിനെയാണ് കണ്ടത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ, അതായത് പൾസർ സുനിയുടെ കയ്യിൽ കുറച്ച് കാശും ഉണ്ടായിരുന്നു. ദിലീപ് അനൂപിനോട് ആവശ്യപ്പെട്ടു, ഇവരെയും കൂടെ നിങ്ങൾ ടൗണിലോട്ട് ഇറക്കിയേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മൂന്നും കൂടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നു. വാഹനത്തിൽ സഞ്ചരിച്ചപ്പോഴത്തേക്ക് അനൂപ് പൾസർ സുനിയെ പരിചയപ്പെടുത്തുന്നു. അതൊക്കെ എന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം കുറച്ച് ക്യാഷ് ഉണ്ട്, നീ ക്യാഷും കൊണ്ട് വണ്ടിയിലാണോ പോകുന്നതെന്ന് പറയുന്നു. അതെ എന്ന് പൾസർ സുനി മറുപടി കൊടുക്കുന്നു. പിന്നീട് ഈ ബാലചന്ദ്രകുമാറിന് പൾസർ സുനിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അനൂപ്. അതൊക്കെ ഇവിടെ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ്
7 കൂടിക്കാഴ്ചകളും ദിലീപുമായിട്ടുള്ള മറ്റേഴ് കൂടിക്കാഴ്ചകളും എന്താണ് വളരെ രഹസ്യമായിട്ടാണ്. അത് ഇതുവരെ തെളിയിക്കാൻ പറ്റിയില്ല. എന്നിട്ടാണോ ഈ ദിലീപിന്റെ വീട്ടിൽ ഇത്രയും പൾസർ സുനി ഇത്ര ഓപ്പൺ ആയിട്ട് വന്നത്? അതൊക്കെ എന്താണ് പോലീസ് അന്വേഷിക്കാത്ത എന്ന് ഇവിടെ ചോദിക്കുന്നു. അത് മാത്രമല്ല ഈ ഒരു പൾസർ സുനി മാത്രമല്ല മറ്റു പലരെയും അവിടെ കണ്ടെന്നു എന്ന് പറഞ്ഞു ദിലീപിന്റെ വീട്ടിൽ. അപ്പൊ മറ്റു പലരുടെ പേര് പരാമർശിക്കുമ്പോൾ ആ കണ്ട ആൾക്കാരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ പോലീസ് തല താട്ടി നിൽക്കുകയാണ്. ഇവിടെ ഫാബ്രിക്കേഷൻ ആണെന്ന് തുടക്കത്തിൽ തന്നെ നമുക്കറിയാം. ഇത് എന്താണ് ബാലചന്ദ്രകുമാറിന്റെ ഒരു തിരക്കഥ മാത്രമായിരുന്നു എന്ന് നമുക്കിവിടെ വ്യക്തമാവുകയാണ്. ആ തിരക്കഥയ്ക്ക് കൂട്ടി നിന്നത് പോലീസുകാരും കൂടെയാണ് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ദയനീയാവസ്ഥ, ഈ കേസിന്റെ ലെവൽ എത്രമാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ പൾസർ സുനിയുടെ മൊഴി അനുസരിച്ച് പൾസർ സുനിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഈ 2016 ഇങ്ങനെ ഒരു ദിലീപിന്റെ വീട്ടിൽ താങ്കൾ പോയെന്നോ ഇങ്ങനെ ദിലീപ് ഒരു കൂടിക്കാഴ്ച നടന്നെന്നോ ഉള്ള ഒരു കാര്യങ്ങളും ഒരു സ്റ്റേറ്റ്മെന്റിലും പറയുന്നില്ല. കോടതി മുമ്പാകെയും പറയുന്നില്ല, പോലീസിന്റെ കസ്റ്റഡി ഇരിക്കുമ്പോഴും പറയുന്നില്ല. അപ്പം ഇത്രയും വലിയൊരു കേസിൽ ദിലീപിന്റെ പേര് ഇങ്ങനെ പൾസർ സുനി മുന്നോട്ട് ഉന്നയിക്കുമ്പോൾ പൾസർ സുനി ഉറപ്പായിട്ടും പറയേണ്ടതാണ് 2016 ഇതുപോലെ ദിലീപിന്റെ വീട്ടിൽ പോയെന്നും അതുപോലെ തന്നെ കണ്ടു, പൈസ കൊടുത്തു, ഇതുപോലെ കാറിൽ സഞ്ചരിച്ചു, അപ്പൊ ബാലചന്ദ്രകുമാറും ഉണ്ട്, അനൂപും ഉണ്ട്, അത് ഉറപ്പായിട്ടും പറയേണ്ടതാണ്. ആ ഭാഗം എന്താണെങ്കിലും പൾസർ സുനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്ന ബാലചന്ദ്രകുമാർ മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ട് പൾസർ സുനി ഈ കാര്യം മറച്ചു വെച്ചു എന്നുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. 2021 ഒക്ടോബർ 25 ബാലചന്ദ്രകുമാർ എല്ലാം ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മെസ്സേജ് അയച്ചത്? എനിക്ക് ദിലീപിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട നിർണായക കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2021 ഒക്ടോബർ 25, അത് കാരണം എനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാലചന്ദ്രകുമാർ കൊടുത്തേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ 2021 ഒക്ടോബർ 26 എനിക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ദിലീപിന്റെ വീട്ടിലെ ജോലിക്കാരനായ ദാസൻ എന്നെ ഫോൺ വിളിച്ചു പറയുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് ബാലചന്ദ്രകുമാർ അറിയുന്നത് 2021 ഒക്ടോബർ 26 ദാസൻ ഇങ്ങനെ ഒരു നീക്കം ദിലീപിന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഈ കാര്യം ദാസൻ ബാലചന്ദ്രകുമാറിനോട് പറയുന്നതിന് മുന്നേ തന്നെ 2021 ഒക്ടോബർ 25, അതായത് തലേദിവസം തന്നെ സിക്സ്ത് സെൻസിലൂടെ മനസ്സിലാക്കി ഈ ഒരു വിവരം എല്ലാ മാധ്യമ പ്രവർത്തകരിലോട്ടും മെയിൽ അയക്കാനുണ്ടായത്. അപ്പൊ ഇവിടെ തന്നെ ഡേറ്റിന്റെ വ്യത്യാസം കൊണ്ട് ഇവിടെ ഇയാൾ ഒരു ഫാബ്രിക്കേഷൻ സ്റ്റോറിയാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുന്നത്. അതുമല്ല രസകരമായ കാര്യം, 2020 ഡിസംബർ വരെ ഈ ദാസൻ എന്ന് പറഞ്ഞ ഈ ജോലിക്കാരൻ ദിലീപിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം വേറെ ജോലി കിട്ടിയപ്പോൾ വേറെ മാറി പോവുകയാണ് ഉണ്ടായത്. അത് വ്യക്തമായിട്ട് ഈ ദാസൻ എന്ന് പറഞ്ഞ ആള് കോടതിയിൽ വന്ന് മൊഴി കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, 2020 ഇയാള് ഇവിടുന്ന് ദിലീപിന്റെ വീട്ടിൽ നിന്ന് ജോലി വിരമിച്ച് പോന്നു. പക്ഷെ ഈ ബാലചന്ദ്രകുമാറിന്റെ ഇത് പ്രകാരം 2021 ഒക്ടോബർ 25 ഈ ദാസൻ ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നീട് ഇതൊക്കെ മനസ്സിലാക്കി, അതായത് ഈ ദാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ജോലിക്ക് ഇപ്പോഴില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ബാലചന്ദ്രകുമാർ ഈ സ്റ്റേറ്റ്മെന്റ് തിരുത്തി പറയുന്നുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ബാലചന്ദ്രകുമാർ ഇത് ചെയ്തെന്നുള്ള ഒരു കാര്യമൊക്കെ വളരെ ചോദിച്ചിന് മടുക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ കേസിന് വേറൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്താ ആർക്ക് വേണ്ടി ബാലചന്ദ്രകുമാർ ഈ പണി എടുത്തു എന്നൊക്കെ അയാളെ ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കറക്റ്റായിട്ട് മണി പോലെ ഇതിന് ആൻസർ കിട്ടുമായിരുന്നു. പിന്നെ വേറൊരാളുണ്ട്, നമ്മുടെ അതിജീവിതയുടെ വക്കീൽ, അവരാണ് ഏറ്റവും കോമഡി. അവർ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ കേസിന്റെ ബാക്കി ഭാഗം കൂടെ. കുട്ടികളെ സംബന്ധിച്ച് നൈറ്റില്ല, രാവില്ല, പകലില്ലാതെ അവർ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്താകെ അവരുടെ ജീവിതത്തെയും അവരുടെ ഇതിനെയും സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും പാർലമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിനു വേണ്ടിയാണ് പോരാടുന്നത്. വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല, ആരോടുമില്ല. ഇനിയിപ്പോൾ ദിലീപൻ ശിക്ഷിച്ച് 10 കൊല്ലം 20 കൊല്ലം അയാളെ അവിടെ ഇട്ട് അയാൾ കൊല്ലണമെന്നൊന്നും നമുക്കില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞ ഈ സത്യമുണ്ട്. അയാൾ ഭയങ്കര വിശ്വാസിയാണ്. ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്. ചാത്തിന്റെ അടുത്താണ് ആളെ ഏറ്റവും കൂടുതൽ പോകുന്നത്. പോലെ വിവരദോഷിയായ വേറെ ഒരു വക്കീലുണ്ടോ എന്നുള്ള എനിക്ക് സംശയമാണ്. ഇവരെന്താണ് ഓരോ ഇന്റർവ്യൂലും പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഇവരെന്താണ് വാദിച്ചുകൊണ്ടിരുന്നത്? ദിലീപാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയുന്ന കണ്ടോ, ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടേനെ, ഇപ്പൊ അയാൾക്ക് ചാത്താൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർ ഇങ്ങനെയൊക്കെയാണോ നമ്മളിപ്പം വക്കീലുമാരൊക്കെ കാണുന്നത്? അതിന് ഇപ്പം നമ്മളെ പോലുള്ളവർ ഈ കേസ് വാദിച്ചാൽ മതിയായിരുന്നു. നമ്മൾ വക്കീല് പണിയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എന്നാൽ പോലും നമുക്ക് തന്നെ ഈ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ കാര്യം ഏകദേശം പിടികിട്ടിട്ടുണ്ട്. ഇതിന്റെ ട്രാക്കും പോക്കും എങ്ങോട്ടൊക്കെയാണ്. ഇവര് ഈ പറഞ്ഞ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയ വന്നത്. അപ്പത്തേക്ക് കോടതിയുടെ മുൻപാകെ ഇത് പറയുമ്പോൾ കോടതിയുടെ എന്തുമാത്രം സമയമാണ് ഇവരെല്ലാം കൂടെ മിസ്യൂസ് ചെയ്ത് കളഞ്ഞത്. അതിൽ 8 വർഷത്തോളം കോടതിയായിട്ട് പൊട്ടം കളിപ്പിച്ചു. അപ്പൊ കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കോടതിയല്ല നമ്മുടെ അടുത്താണെങ്കിൽ പോലും നമ്മളാണെങ്കിൽ ഇട എടുത്തോണ്ട് പോണ പുല്ലെന്നേ നമ്മളും പറയുള്ളൂ. അതുപോലത്തെ കാര്യങ്ങളാണ് ഈ ബൗജു പൗലോസ് ആണെങ്കിലും പ്രോസിക്യൂഷനിൽ അതിജീവിത വക്കീൽ ഈ മിനിയൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ ബാലിഷ്യമായിട്ട് തെളിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ബാലചന്ദ്രകുമാർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ദിലീപിന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ സെൽഫി എടുത്തായിരുന്നു. അപ്പൊ ആ സെൽഫിയാണ് ഒന്ന് ഇതിന്റെ മുന്നിൽ കൊണ്ടുവച്ച ഒരു തെളിവ്. അപ്പൊ ഇയാൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്കാണ് ദിലീപിന്റെ വീട്ടിൽ പോയത്, അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചു മടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ സെൽഫിയിൽ
പിന്നിലുള്ള ഇതിനകത്ത് ടൈം റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ ടൈം റെക്കോർഡിൽ ഈ വൈകുന്നേരം 6 മണിയോട് ശേഷമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ അതെന്താണ്, നിങ്ങൾ ഉച്ചയ്ക്കല്ലേ ദിലീപിന്റെ വീട്ടിൽ എത്തിയത്, പിന്നെ എന്താണ് ഇന്നത്തെ 6 മണിയാണല്ലോ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത് പറഞ്ഞു എന്റെ ഫോണിന്റെ ക്ലോക്ക് തെറ്റായിട്ടാണ് അന്ന് കടന്നിരുന്നത് എന്നാണ് പുള്ളി ഒരു പറഞ്ഞിരുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് വിശ്വസിക്കാനാണ്? അതുമല്ല ആ പുതുതായിട്ട് പണി കഴിപ്പിച്ച വീടാണോ എന്നൊന്നും അതിനകത്ത് ആ സെൽഫിക്കകത്തൊന്നും വ്യക്തമല്ല. പിന്നീട് വേറൊരു വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ദിലീപിന് ഒരു കൂട്ടുകാരനുണ്ട് ബൈജു എന്ന് പറഞ്ഞ ബൈജുബായി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ദിലീപും ബൈജുബായും കൂടെ സംസാരിക്കുന്നത് നേരിട്ട്, അതായത് അന്ന് വീട്ടിൽ ബൈജുബായി ഉണ്ടായിരുന്നു. അപ്പം ഇവര് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇത് ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തു. പേടി കാരണം കണ്ടിന്യൂസ് ആയിട്ടല്ല റെക്കോർഡ് ചെയ്ത്, സ്പ്ലിറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ബൈജുബായി എന്റെ കയ്യിൽ ആ വീഡിയോസ് ഉണ്ട്, നമുക്ക് കാണാം, വരൂ അതിജീവിതയുടെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വന്ന് കണ്ട് രസിക്കൂ എന്നൊക്കെ പറഞ്ഞ് ബൈജുബായി വിളിച്ച് വരുത്തിയെന്നും ബൈജുബായും ഇവരും തമ്മിൽ സംഭാഷണം നടത്തിയ റെക്കോർഡാണ് ബാലചന്ദ്രകുമാർ എടുത്തു വെച്ചേക്കുന്നത്. കാരണം ആ ഒരു പോർഷൻ നോക്കൂ, ഇങ്ങനെ ചെയ്ത് നോക്കൂ, ആ മോതിരം നോക്കൂ, ഈ മോതിരം നോക്കൂ, ഇങ്ങനെ ചെയ്ത് നോക്കൂ, അത് ആ ക്യാമറ ഈ ആംഗിൾ ആണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്, അതല്ല ഇതിനകത്തെ രസം. ഈ ബൈജുബായും ഈ ദിലീപും നേരിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഇയാളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ നടത്തി, അതായത് അടുത്ത മുറികളിൽ ഇയാൾ ഇങ്ങനെ കോൺവെർസേഷൻ നടത്തിയെന്നാണല്ലോ പറയുന്നത്. അതായത് ഈ വിഷ്വൽസ് ദിലീപിന്റെ വീട്ടിലിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത്. അത് ബാലചന്ദ്രകുമാർ എന്താണ് തന്റെ സിസ്റ്റത്തിൽ പകർത്തി, ലാപ്ടോപ്പിൽ പകർത്തി എന്നാണ് പറയുന്നത്, വോയിസ് റെക്കോർഡ് പകർത്തി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഈ ബാലചന്ദ്രകുമാർ പറയുന്ന അന്നത്തെ ദിവസം ബൈജുബായി എന്ന് പറഞ്ഞ വ്യക്തി ഈ വീട്ടിൽ വന്നിട്ടില്ല. അയാള് തന്റെ മകളുടെ ഒരു സർട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് എന്താണ് കോട്ടയം ആതിരമ്പുഴയിലുള്ള കോളേജിൽ പോയേക്കുമായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അതിന് വേണ്ടിയിട്ട് പോയേക്കുന്നത്. അതുമല്ല ഒരു 11 മണിക്ക് ഇവർ ഫീസ് ഒടുക്കേണ്ട റെസിപ്റ്റും കോടതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അന്നേ ദിവസം തന്നെ ഈ ബൈജുബായും മകളും തമ്മിലുള്ള സെൽഫി, അതായത് ആതിരമ്പുഴയിൽ നിന്നെടുത്ത ഒരു സെൽഫി, പിന്നെ ഇവർ തിരിച്ചു മടങ്ങി വരുന്ന വഴിക്ക് കല്ലൂരിൽ ഇറങ്ങി ബന്ധുക്കളുമായിട്ട് എടുത്ത ഫോട്ടോ, അവർ ബന്ധുവീട്ടിൽ ഇറങ്ങി അവരുമായിട്ട് സമ്പാദിച്ച ഫോട്ടോകളൊക്കെ ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് കോടതിയുടെ മുന്നിൽ തെളിവായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് അവിടെയും ഇത് പൊളിയുകയാണ്. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട്, ബൈജു പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ നേരത്തെ കണ്ടതല്ലേ, പിന്നെ എന്തിനാണ് കോടതിയുടെ സമയം മെനക്കെടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്നിട്ട് തന്നെ കോടതി അവിടെ പരാമർശിക്കുന്നുണ്ട്, PW 261 ബൈജു പൗലോസ് ഓൾസോ അഡ്മിറ്റ് ദ എമിഷൻ ഡസ് നോട്ട് ഷോ ദ വൈൽ ഓൺ വോയിസ് ദിസ് വെയർ റെക്കോർഡ് 15 നവംബർ 2017 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ ബൈജു പൗലോസിനെ എന്താണ് അധിക്ഷേപിക്കുന്നുണ്ട്, കോടതി പല തവണയായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട്. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇതിനൊന്നും ഉത്തരവില്ല, അപ്പൊ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. പിന്നെ കോടതി പറയുന്നുണ്ട്, ഇതിന്റെ ഒരു നിങ്ങൾ ഏത് ഡിവൈസിലാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ ഡിവൈസ് കൊണ്ടുവരാൻ പറയുമ്പോൾ ആ ഡിവൈസ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ, ഇനി ഓപ്പൺ ആകാത്ത രീതിയിൽ അത് നശിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഇത് ടെക്നീഷ്യനെ അന്ന് സർവീസിന് കൊടുത്ത ടെക്നീഷ്യനെ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവിടെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കുകയാണ്. പിന്നെ ഇതിന്റെ സർവീസിംഗ് സെന്ററിലെ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആവുന്നില്ല എന്ന ഒരു കംപ്ലൈന്റുമായിട്ടാണ് വന്നത്. പിന്നെ അത് അപ്ഡേഷൻ ചെയ്തപ്പോൾ അത് ഓക്കെ ആയി എന്നുള്ള റെക്ടിഫിക്കേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ചോദ്യം ചെയ്യുന്നത്? പിന്നെ അതുമല്ല ഈ റെക്കോർഡ് പല തവണയായിട്ട് അസീസ്, തൊഷീബ, എയ്സർ, പിന്നെ പെൻഡ്രൈവ്, പിന്നെ CD, അങ്ങനെ ഒരു 5-8 തവണ പല ഡിവൈസിലിട്ട് മാറ്റി എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ വോയിസും റെക്കോർഡും സീരീസും എല്ലാം എന്താണ് ലാബിലോട്ട് അയച്ചപ്പോഴത്തേക്ക് 29ഓളം റെക്കോർഡ്സ് ആണ് ലാബിലോട്ട് അയച്ചു കൊടുത്തത്. അതില് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 69 ഡിലീറ്റ് ലാബിൽ പോയിട്ട് വന്നതിന് ശേഷം 29 റെക്കോർഡ്സ് അല്ല, ഫയൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 69 എണ്ണം വന്ന് കോടതി തന്നെ കണ്ടുപിടിച്ചു. അവിടെ ടെക്നീഷ്യൻ, ലാബിൽ കൊടുത്തിരിക്കുന്ന ടെക്നീഷ്യൻ ശരിക്കും അന്ന് പോലീസിനെ സഹായിക്കാൻ നോക്കി. പക്ഷെ കോടതിയുടെ മുന്നിൽ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം റിപ്പീറ്റേഷൻ ആണ്, പലതും എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്ന് മനസ്സിലാക്കിയുണ്ടായി. എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ബാലചന്ദ്രകുമാറിന്റെ ഈ വോയിസും കോളും റെക്കോർഡും ഒന്നും സത്യസന്ധമല്ല, ഇതെല്ലാം ഫാബ്രിക്കേഷൻ ആണ്, കോടതിക്ക് സ്വയമേ ബോധ്യപ്പെട്ട കാര്യമാണ്. ഇവിടെ പ്രോസിക്യൂഷന് ഒരു കാര്യവും തെളിയിക്കാൻ പറ്റില്ല. അന്ന് സെൽഫി എടുത്തപ്പോഴത്തേക്ക് എന്താണ് അന്ന് ദിലീപും ബാലചന്ദ്രകുമാറും ഒരു സ്ഥലത്ത് അതേസമയം ഉണ്ടെന്ന് മാത്രമേ തെളിയിക്കാൻ പറ്റുള്ളൂ. അന്നേ ദിവസം പൾസർ സുനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഇവർ മൂന്നും ഒന്നിച്ചുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്നും ഇവിടെ തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴികളും CDയും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പൊളിയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, എന്തിന് ആർക്ക് വേണ്ടിയാണ് ബാലചന്ദ്രകുമാർ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് ഇയാൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ കുറച്ചെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമായിരുന്നു. എല്ലാം ഇതിനകത്ത് ഭയങ്കര കള്ളത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ ഇയാള് എന്താണ് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി കാര്യങ്ങൾ ഒരു കഫേ ചെന്നാണ് ഡ്രാഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഈ പരാതിക്ക് ആസ്പദമായ കാര്യങ്ങളൊക്കെ ഈ കഫേക്കാരൻ അയച്ചു കൊടുത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ അടക്കം ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആ കഫേയില് എടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ പോലീസിന്റെ ഒരു ആവശ്യമായിരുന്നു ഈ കേസ് ഇങ്ങനെയൊക്കെ വരണമെന്നുള്ളത്. അതുപോലെ അതിജീവിതൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എനിക്കെല്ലായിരുന്നു ആവശ്യം, പോലീസിനായിരുന്നു ആവശ്യം എന്ന് പലതവണ പറഞ്ഞത്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ആർക്ക് വേണ്ടി ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്നാണ് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത്. അതാണ് എനിക്ക് കിട്ടാത്ത ഉത്തരം, അതിനാണ് ഉത്തരം കിട്ടേണ്ടത്. ദിലീപ് അല്ലെങ്കിൽ മറ്റാർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു, ആര് ചെയ്തു, യഥാർത്ഥ കുറ്റവാളി ആര്, അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ ഈ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതിനാണ് നമ്മൾ ഓരോ ദിവസം ഈ ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്റെ ഈ യാത്രയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം കൂടുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, പിന്നെ മറക്കാതെ ഹൈപ്പും കൂടെ കൊടുക്കുക, എങ്കിൽ മാത്രമേ മുന്നോട്ട് ഈ വീഡിയോ പോവുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഓരോരുത്തരും ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ബൈ.